നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. അനധികൃത തെരുവോര കച്ചവടം കൊണ്ട് പൊറുതിമുട്ടിയ അങ്ങാടിപ്പുറത്തെ വ്യാപാരികൾ പഞ്ചായത്ത് അധികൃതരോട് പലതവണ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തതിനാൽ തെരുവിലിറങ്ങി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. അധികൃതർ ഇനിയും ഇതിനെതിരെ കണ്ണു തുറന്നില്ലെങ്കിൽ പ്രതിഷേധ സമരം ശക്തമാക്കുമെന്ന് വ്യാപാരികൾ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വഴിയോരത്തിലേക്ക് ഇറങ്ങാണ് ഞങ്ങളെ മുമ്പിലുള്ള ഒരു വഴിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ തന്നെ കാണാം, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന ലൈസൻസ് പോയി അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ വന്ന് വഴിയോര കച്ചവടം ചെയ്യുന്നത്. ഞങ്ങൾ വ്യാപാരികൾ അവരോട് ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്നത് എന്താ, ഞങ്ങൾ ലൈസൻസായിട്ടാണ് വന്നിട്ടുള്ളതെന്നല്ല. അപ്പോൾ ആ മുനിസിപ്പാലിറ്റിൻ്റെ ലൈസൻസായിട്ട് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ വരെ അവർ കച്ചവടം ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഈ ടെക്സ്റ്റൈൽസിൻ്റെ മുമ്പിൽ തന്നെ ഒരു വലിയ ടെക്സ്റ്റൈൽസ് ആയിട്ടാണ് ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശരിക്കും ഒരു ടൈനിങ്ങാണ്. അധികാരി ഒരു കാര്യവും നോക്കുന്നില്ല. ലോറികൾ തിരിഞ്ഞാൻ പ്രയാസപ്പെടുന്നു. ഇവിടെ വരുന്ന യാത്രക്കാർക്ക് വാഹനങ്ങൾ നിർത്താൻ പ്രയാസപ്പെടുന്നു. മേൽപ്പാലത്തിൻ്റെ അടിയിലാണ്. അധികാരികൾ എന്താ കണ്ണടച്ച് ഉറങ്ങുകയാണോ? ഇതാണ് ചോദിക്കാനുള്ളത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വ്യാപാരികൾ ലൈസൻസ്, ഹെൽത്ത് കാർഡ്, ലേബർ, എല്ലാവിധ കാർഡുകളും ലൈസൻസുകളും അതേമാതിരി ബിൽഡിംഗ് ടാക്സ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ അടച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഇപ്പോൾ അടക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊരു വാഹനത്തിൽ കൊണ്ടുവന്ന് കുറേ ഡംപ് ചെയ്തുകൊണ്ട് അവർ കച്ചവടം ചെയ്യുക. ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ? ഞങ്ങൾ അടുത്ത ഘട്ടങ്ങളിൽ ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അധികാരികൾ ഇതിന് നിയമപരമായിട്ട് നടപടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വ്യാപാരികളും ഇതേമാതിരി തന്നെ ഞങ്ങളുടെ സംഘടന അതിന് എല്ലാവിധ സഹായം ചെയ്തു കൊടുക്കും. ഇവിടെ ടേബിൾ, എല്ലാ കടൻ്റെ മുമ്പിൽ ടേബിളിടും, റോഡ് സൈഡിൽ ടേബിളിട്ടിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ പോവുകയാണ് ഞങ്ങളുടെ സംഘടന. പഞ്ചായത്തിൽ പരാതി കൊടുത്തിരുന്നു? പഞ്ചായത്തിൽ നിരവധി പരാതി കൊടുത്തതാണ്. പക്ഷേ ഇന്നലെ മിഞ്ഞാതുമായിട്ട് പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറിയും JS വന്ന് നടപടികൾ എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചതോടുകൂടെ അങ്ങാടിപ്പുറത്ത് ഒരുവിധ വാഹനങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി കടയും ഫ്രൂട്ട്സ് കടയും പൂട്ടിപ്പോകേണ്ട സ്ഥിതിയിലേക്കാണ്. പച്ചക്കറി കടയിൽ നിങ്ങൾക്കിപ്പോൾ കാണാം, എല്ലാ റോട്ടിലും അവർ ഉൾപ്രദേശങ്ങൾ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഈ കടകളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഈ വ്യാപാരം ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കേസാണ്. അനധികൃത വഴിയോര കച്ചവടം കൊണ്ട് പൊറുതിമുട്ടിയ അങ്ങാടിപ്പുറത്തെ വ്യാപാരികൾ പഞ്ചായത്ത് അധികൃതരോട് പലതവണ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും നടപടി എടുക്കാത്തതിൽ ഒടുവിൽ തെരുവിൽ ഇറങ്ങി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് ലൈസൻസ്, GST, ലേബർ, ഫുഡ് സേഫ്റ്റി, ഹെൽത്ത് കാർഡ് എന്നീ രേഖകളോടെ കച്ചവടം ചെയ്തു വരുന്ന വ്യാപാരികൾക്ക് ഭീഷണിയായി വരുന്ന തെരുവ് കച്ചവടം അങ്ങാടിപ്പുറം ഭാഗത്തു നിന്നും ഒഴിവാക്കുകയാണ് ഈ സമരത്തിന്റെ ആവശ്യം. ചടങ്ങിൽ KVVS അങ്ങാടിപ്പുറം യൂണിറ്റ് ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ലത്തീഫ്, യൂണിറ്റ് ട്രഷറർ V. മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations.